നമ്മുടെ ദൃശ്യ സിനിമയ്ക്കകത്ത് മറ്റേ മോഹൻലാലിന്റെ മോളെ ശല്യം ചെയ്തവനെ ഈ മോഹൻലാൽ കൊണ്ടുവന്ന് ഇതാക്കിയിരിക്കുന്നത്. ഒരു 200 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് പറയുന്നത്. അറിയില്ല മച്ചാമാരെ, പണിപാളി. വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞ് വന്നാൽ വെള്ളം പോലെ എന്തോ ഒന്ന് ഒലിച്ചു പോകുന്നുണ്ട്. ഇവിടെ വെള്ളമുണ്ട്. ശരിയാക്കണമെങ്കിൽ പാട നമ്മൾ അടങ്കല് കൊടുക്കേണ്ടി വരും ആർക്കെങ്കിലും, കുടുംബശ്രീക്കാർക്ക്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഡോക്ടർ NBK എന്ന എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലേക്ക് സ്വാഗതം. അങ്ങനെ മച്ചാന്മാരെ, ഞങ്ങൾ 2 ദിവസത്തെ അൽബഹ സ്റ്റേ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ ദി ഐൻ വില്ലേജിലേക്ക് പോയി, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇന്ന് പ്രിൻസ് മിഷറി ബിൻ സൗദ് പാർക്ക് ഉണ്ട്, അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. ആ പാർക്കിലേക്കും കൂടെ പോയി അവിടെ നിന്ന് നേരെ തായിഫിലേക്ക് പോകും. പിന്നെ അടുത്തതായി നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ അൽബഹ വന്നാൽ അല്ലെങ്കിൽ ഏകദേശം ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ റൂം എടുക്കണമെങ്കിൽ എക്സ്പെഡിയ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെ നമുക്ക് റൂം കിട്ടുന്നതായിരിക്കും. എക്സ്പെഡിയ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലാണ്ട് വരികയെന്ന് വെച്ചാൽ ഇവിടെ തുടക്കം തന്നെ പറയുന്നത് 250 റിയാൽ പെർ നൈറ്റിന് 250 റിയാലാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എവിടെ വേണമെങ്കിലും കുറഞ്ഞ നിരക്കിൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ റെൻറ്റ് പറഞ്ഞാൽ പെർ നൈറ്റിന് 80 റിയാലാണ്. അത് നേരെ മറിച്ച് വേറെ വല്ല ഹോട്ടലിലേക്ക് ആണ് പോയിട്ടുണ്ടെങ്കിൽ പെർ നൈറ്റ് 250 റിയാൽ, മിനിമം 150 റിയാൽ മുതൽ 250 റിയാൽ വരെ പെർ നൈറ്റിന് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കണം. ഞങ്ങളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയാണ്, നല്ല അടിപൊളി റോഡാണ് കേട്ടോ. പോണ വഴിക്ക് കംപ്ലീറ്റ് നല്ല അടിപൊളി റോഡ്. പിന്നെ സ്പീഡ് ലിമിറ്റ് ഇങ്ങനെ 80, 90, 100, 120, 110 ഇങ്ങനെ മാറിക്കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം. കംപ്ലീറ്റ് ക്യാമറയാണ്, എവിടേക്കാണ് ക്യാമറ വെച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും അവിടേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അവിടുത്തെ മെയിൻ എന്ന് ആൾക്കാർ പറയുന്നത് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ പോയി ഉണ്ടാവുമോ എന്ന് അറിയില്ല. എന്തായാലും അവിടെ പോയിട്ട് നമുക്കൊന്ന് നോക്കാം. അവിടെ പോണ വഴിക്കുള്ള ഇനിയിപ്പോൾ ജസ്റ്റ് 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ. മേലേക്ക് മുകളിലാണ് ഈ പറഞ്ഞ സ്ഥലം ഉള്ളത്. അവിടേക്ക് പോണ വഴിക്ക് നമ്മളൊന്ന് വഴിയിൽ നിർത്തിയിട്ട് ജസ്റ്റ് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. കണ്ടില്ലേ, നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഫുള്ള് മലകളാണ്, പച്ചപ്പ് നിറഞ്ഞ മലകൾ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തിലേക്ക്. ഗൂഗിൾ ആൻഡ് എവിടെയോ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്, എന്തായാലും അറിയില്ല. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, ഫുള്ള് മല. ഒരു 200 മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് പറയുന്നത്. അറിയില്ല വെള്ളച്ചാട്ടമാണോ അത് ഇനി പൈപ്പ് പൊട്ടി ലീക്കായതാണോ എന്ന് അവിടെ പോയി നോക്കാം നമുക്ക്. എന്നാൽ നല്ല രസമുണ്ട് കേട്ടോ. ചൂടുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. കാരണം കൊണ്ട് നമുക്കൊരു ക്ഷീണം തോന്നിക്കുന്നില്ല. അച്ചാമാരെ, പണിപാളി. വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞ് വന്നാൽ വെള്ളം പോലെ എന്തോ ഒലിച്ചു പോയി. വെള്ളം പോലെ എന്തോ ഒന്ന് ഒലിച്ചു പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് ഞങ്ങൾ വരുമ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മഴക്കാലത്ത് വന്നാലാണ് ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്.
നല്ല അടിപൊളി വ്യൂ കേട്ടോ. അതായിരിക്കും മിക്കവാറും. ഇവിടൊക്കെ മഴ ഉണ്ടെങ്കില് അത് ശരിയാ അല്ലേ? അതാ മറ്റേ സൗദി പറഞ്ഞില്ലേ അള്ളാ. ഗൈസ് ഇവിടെ വെള്ളമുണ്ട് ഗൈസ്. ഇതിന്റെ പടമൊക്കെ തന്നെ പൊളിച്ചിരുന്നതല്ലേ എന്തൊക്കെയോ. അല്ലടാ ഇതിപ്പോ മഴ. ഇവിടെ വെള്ളമുണ്ട് ഗൈസ്. അല്ലടാ ഇതിപ്പോ മഴയുള്ളപ്പോഴേ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഗൂഗിൾ ആൻഡ് പറ്റിച്ചില്ല, കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി. പക്ഷെ എന്നാലും കുറച്ച് മലകളൊക്കെ ചാടി ഇറങ്ങണം എന്ന് മാത്രം. പക്ഷെ ഇവിടെ മഴയുള്ളപ്പോൾ നല്ല നല്ല രസമായിരിക്കും കേട്ടോ. മഴ പെയ്ത് കാര്യം ഇതിനകത്തൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കും. ഇപ്പം ചെറിയൊരു കുളത്തിന്റെ അത്രയും മാത്രമേ വെള്ളമുള്ളൂ. ഗൈസ് നമ്മുടെ ദൃശ്യ സിനിമയ്ക്കകത്ത് മറ്റേ മോഹൻലാലിന്റെ മോളെ ശല്യം ചെയ്തവനെ ഈ കൊളത്താണ് മോഹൻലാൽ കൊണ്ടുവന്ന് ഇതാക്കിയിരിക്കുന്നത്. അപ്പോ അയ്യോ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോലെയല്ല, ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ നിൽക്കണ കാര്യം. ഇവിടെ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു വേറെ ഏതോ സ്ഥലമുണ്ട്, നോർമലായിട്ട് ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് കാണാനൊന്നുമില്ല. ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. എൻ്റെ താഴെ നോക്കിയാൽ കാണാം കുത്തനൊരു ഇറക്കമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ഞാൻ ഇവിടെ നിന്ന് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ മച്ചാവറ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് മെല്ലെ തിരിച്ച് കുറച്ചും കൂടെ അടിയിലേക്ക് വന്നപ്പോൾ, വണ്ടി എടുത്ത് കുറച്ചും കൂടെ അടിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് വെള്ളം വന്ന് ഇവിടെ വന്ന് ജസ്റ്റ് സ്റ്റോർ ആക്കുന്നതാണ് ഈ സ്ഥലം. ജസ്റ്റ് ഡാം പോലെയാണ് തോന്നുന്നുണ്ട്. ഫുള്ള് സൈലൻറ്റ്, പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. പിന്നെന്താണ് കിളികളുടെയും കുരങ്ങന്മാരുടെയും സൗണ്ടുകൾ മാത്രം. ഇവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. ഇവിടെ ഉള്ളത് നല്ല അടിപൊളി സൗണ്ട്, ഒരു പ്രത്യേക ഫീല്. ഇതിൻ്റെ വേറൊരു സൈഡിലായിട്ട് ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അധികമില്ല, കുറച്ച് ആൾക്കാർ ഉണ്ട്. പക്ഷെ എന്നാലും ഒരാളും എനക്കൊന്നും കാണില്ല കേട്ടോ. ഇവിടെയുള്ള മനുഷ്യന്മാരൊന്നും പുറത്തേക്ക് വരാനില്ല തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഭാഗത്താണ് ഒരു സൈഡ് കംപ്ലീറ്റ് മലകളും, ഒരു സൈഡ് അത്യാവശ്യത്തിന് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാലേ ഓരോ സ്ഥലത്തു നിന്നും വേറെ വേറെ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മെച്ചപ്പെട്ട് വരികയാണ്. ഓരോ സ്ഥലവും ഒന്നിനൊന്നിനും മെച്ചം. നമ്മുടെ ഫൈസൽ താഴെയുണ്ട്. ഫൈസലേ നല്ല അടിപൊളി എക്കോ. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഇത് അൽബഹേന്ന് ജസ്റ്റ് 10 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. അബഹ ടൗണിൽ നിന്നും ജസ്റ്റ് 10 കിലോമീറ്റേഴ്സേ ഉള്ളൂ. എന്തായാലും വന്ന് ഇരിക്കാനും ഇവിടെ ഇരുന്ന് ജസ്റ്റ് ടെൻറ്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം. ഇവിടെ ടെൻറ്റിങ് ഒക്കെ ചെയ്യാൻ പറ്റും. രാശി വല്ല മുതലുണ്ടാവും, സൂക്ഷിച്ചോ മച്ചാമാരെ. ജീവൻ മരണം ബ്ലോഗിങ് ആണ് കേട്ടോ ഇവിടെ. എല്ലാം നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കൂടെ കാണണ്ടേ. പൊളി വൈബ്. നമ്മൾക്ക് നമ്മുടെ ഫൈസലിന്റെ അഭിപ്രായം കൂടെ കേൾക്കാം. ഫൈസലേ പറയണേ. ഒന്നും പറയാനില്ലേ? ചെക്കന് പറയാനൊന്നുമില്ല.
എന്താടാ ഇവിടെ കൂടെ ശരിയാക്കടാ. ഇവിടെ ഒന്നും ഇല്ല guys. ഒന്നുമില്ല ഗൈസ്, നമ്മുടെ പൈസയില് മുടി ശരിയാക്കി തരികയാണ് കേട്ടോ. ഇത് ശരിയാക്കണമെങ്കിൽ പാടാ, നമ്മൾ അടങ്കല് കൊടുക്കേണ്ടി വരും ആർക്കെങ്കിലും, കുടുംബശ്രീക്കാർക്ക്. അപ്പോൾ മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് ഇനി നേരെ തായിഫിലേക്കാണ്. തായിഫിലേക്ക് പോയി അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് തായിഫിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ റോപ്പ് വേ ഉണ്ട്. തായിഫ് റോപ്പ് വേയിൽ കയറണം പറഞ്ഞിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ മറക്കാണ്ട് ഡോക്ടർ NBK എന്ന ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്കിനി തായിഫ് വെച്ച് കാണാം.